നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ഇടവക ദിനം വിപുലമായി ആഘോഷിച്ചു. പഴഞ്ഞി ഇമ്മാനുവേൽ മാർത്തോമ പള്ളിയിലെ ധ്യാനയോഗവും ഇടവക ദിനവും ആഘോഷിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ തെരുവ് നാടകം കുന്നംകുളത്ത് വെച്ച് നടന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ സൺഡേ സ്കൂൾ വാർഷികം ആഘോഷിച്ചു. എരിഞ്ഞാമ്പാടത്ത് പാടശേഖര സമിതിയുടെ പൈപ്പുകൾ കത്തിച്ച നിലയിൽ. പഴഞ്ഞി ബ്രദറൻ സഭയുടെ സൺഡേ സ്കൂളിന്റെ 76ാം വാർഷികാഘോഷം നടന്നു. വാർത്തകൾ വിശദമായി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ഇടവക ദിനം വിപുലമായി ആഘോഷിച്ചു. രാവിലെ 8 മണിക്ക് കൊച്ചി ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ യാക്കോബ ഐറേനിയോസ് മെത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. 10 മണിക്ക് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് റവറൻ ഫാദർ ഡേവിസ് ചിറമൽ ക്ലാസ് നയിച്ചു. തുടർന്ന് നടന്ന സമ്മേളന പരിപാടിയിൽ 2015, 2016, 2016, 2017 വർഷങ്ങളിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ ആത്മീയ സംഘടനാ സെക്രട്ടറിമാർ, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർമാർ എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണം നടന്നു. പ്രസ്തുത പരിപാടിയിൽ തന്നെ 2013 ശേഷം വിവാഹ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികൾക്കും 75 വയസ്സ് പൂർത്തിയായ ഇടവക അംഗങ്ങൾക്കുമുള്ള മംഗളപത്ര സമർപ്പണം നടന്നിരുന്നു. ശേഷം കുട്ടികളുടെ വിനോദ മത്സരങ്ങളും സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു. അതുപോലെ തന്നെ ഇന്ന് ക്ലാസ് എടുക്കുവാൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത്, ഇന്ന് ഇന്ത്യ രാജ്യത്തിൽ മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് അവയവദാനത്തെ കുറിച്ചും കിഡ്നി ദാനത്തെ കുറിച്ചും എല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മെ പറഞ്ഞ് അതിനെ പ്രേരിപ്പിക്കുകയും ചിന്തിക്കേണ്ടത് ആവശ്യമാണല്ലോ. എൻ്റെ അടുത്ത് ഒരമ്മ ഒരു 4-5 വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ആൺകുട്ടിയെയും കൊണ്ട് എന്നെ കാണാൻ പറഞ്ഞു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ. എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മോനടച്ചാ, എനിക്ക് ആകെ ഒരു മോനുള്ളൂ, അവൻ കിഡ്നി പേഷ്യൻ്റാണ്, അവന് അസുഖം വന്നപ്പോ എൻ്റെ ഒരു കിഡ്നി ഞാൻ അവന് കൊടുത്തു. അച്ഛനും സഹവികാരിയും ഇവിടെ പൊക്കോണ്ടിരിക്കുന്ന ചെറുമേലച്ഛനും രോഗാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എന്നെ വികാരിയോട് ചോദിച്ചു, എന്താണ് ഇടവക ദിനമെന്ന് പറഞ്ഞത്. എൻ്റെ അറിവില്ലായതുകൊണ്ട് ഞാൻ ചോദിച്ചു, സ്കൂൾ വാർഷികം പോലെ ഏകദേശം അങ്ങനെയൊക്കെയാണ് എനിക്ക് പറഞ്ഞത്. ചില ഇടവകളിലൊക്കെ ഇങ്ങനെ പാരീസ് ഡേ എന്ന പേരിൽ നടക്കുന്നുണ്ട്. അതൊരു ആഘോഷമാണ്. പഴഞ്ഞി ഇമ്മാനുവേൽ മാർത്തോമ പള്ളിയിലെ ധ്യാനയോഗവും ഇടവക ദിനവും ആഘോഷിച്ചു. ഫെബ്രുവരി 2 വ്യാഴാഴ്ച മുതൽ 5-ാം തീയതി ഞായറാഴ്ച വരെ നടന്നു വന്നിരുന്ന ധ്യാനയോഗവും 121ാമത് ഇടവക ദിനവും സമാപിച്ചു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 10 മണിക്ക് കൊടിയും ബൈബിളും പിടിച്ചുള്ള സുവിശേഷ റാലി അങ്ങാടി ചുറ്റി പള്ളിയിൽ എത്തിച്ചേർന്നു. സുവിശേഷ റാലിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് 12 മണിയോടെ പൊതുയോഗം നടന്നു. യോഗത്തിൽ പഠനങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാന വിതരണവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. സഭാ സെക്രട്ടറി ഫാദർ ഉമ്മൻ ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളി വികാരി എസ് ജോർജ് അധ്യക്ഷനായിരുന്നു. പള്ളി സെക്രട്ടറി പ്രസാദ് സി പുലിക്കോടൻ, ട്രസ്റ്റിമാരായ TV ജോബ്, വർഗീസ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു. മലിനമായ ഈ ജീവിത സരണിയിൽ നമുക്ക് ദൈവത്തെ പിൻപറ്റി പ്രയാണം തുടരാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം ഇടവകയായി നിങ്ങളത് മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കൊച്ചുമകൻ
അതുവഴി ചില്ലിപ്പാട്ട് വന്ന ഒരു ട്രെയിൻ എഞ്ചിൻ കണ്ടിങ്ങനെ വിസ്മയഭരിതനായി നിൽക്കുമ്പോൾ അപ്പനായ പട്ടക്കാരൻ പറഞ്ഞു, നമ്മളിപ്പോൾ പണിത പള്ളിക്ക് ഈ ട്രെയിനിന്റെ എഞ്ചിനേക്കാൾ വിലയേറും എന്ന് പറഞ്ഞു. ഒരു ട്രെയിനിന്റെ എഞ്ചിന് 4 കോടി രൂപയൊക്കെ വിലയുണ്ട്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ തെരുവ് നാടകം കുന്നംകുളത്ത് വെച്ച് നടന്നു. ദേശീയ ബാലദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പെൺകുട്ടികളെ സംരക്ഷിക്കൂ, പെൺകുട്ടികളെ പഠിക്കുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കുന്നംകുളം മിനി സിവിൽ സ്റ്റേഷൻ സമീപം വാഹനത്തിൽ എക്സിബിഷൻ തെരുവ് നാടകം അരങ്ങേറി. നാടകത്തിൽ പ്രസംഗം, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നിരുന്നു. ചൊവ്വന്നൂർ അഡീഷണൽ CDPO S ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ CDPO ബേബി മാത്യു അധ്യക്ഷനായിരുന്നു. വടക്കാഞ്ചേരി CDPO മാർഗരറ്റ് മാത്യു, ICDS സൂപ്പർവൈസർമാരായ കാഞ്ചനമാല M, ലിപ്സി ജോസ്, VS ഊർമിള, VP ലളിത, ആൻസി ജോസ്, റസൽ ബിൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ സൺഡേ സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കത്തീഡ്രൽ ഹാളിൽ സൺഡേ സ്കൂൾ വാർഷികം നടന്നു. വിദ്യാർത്ഥികളുടെ നിരവധി കലാപരിപാടികൾ ഉണ്ടായിരുന്നു. പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ ഒന്നാമതെത്തിയവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൽദായ സഭയിലെ ഔഗേൻ തിരുമേനി സൺഡേ സ്കൂൾ സമ്മാനദാനം ഉദ്ഘാടനം നിർവഹിച്ചു. പഴഞ്ഞി പള്ളി വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി, സഹവികാരി ഫാദർ വാത്യു വർഗീസ് കുളങ്ങാട്ടിൽ, ട്രസ്റ്റി അനിൽ C ജോർജ്, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ AI അബ്രഹാം എന്നിവർ സംസാരിച്ചു. ഹൃദയം പറഞ്ഞ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ സന്തോഷത്തിന്റെയും സൺഡേ സ്കൂൾ ആനിവേഴ്സറി ആശംസിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആദ്യമായി സ്വാഗതം. ആദ്യമായി ഒരു കാര്യം പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഈ അവസാന സമയത്ത് ആ സമ്മാനം കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികള് കൃത്യനിർവഹണമാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ ഏജൻസീസ് കുന്നംകുളം, ഞങ്ങളുടെ സഹോദര സ്ഥാപനം കവിത ബുക്ക് ഇൻഡസ്ട്രീസ് കാഞ്ഞിരമുക്ക്. 4C കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വസ്ത്രങ്ങൾ ഇനി നിങ്ങൾക്കും ഹോൾസെയിൽ വിലയിൽ. മാറിവരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് യാഥാർത്ഥ്യമേകുവാൻ, യഥാർത്ഥ വിലക്കുറവിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ആധുനിക രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു. ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, സാരികൾ, പർദ്ദകൾ, ടോപ്പുകൾ,
ട്രെൻഡ് വെയറുകൾ തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ, ബേബി കളക്ഷനുകൾ, ഫാൻസി ഫുട്വെയർ ആൻഡ് ബാഗുകൾ, കൂടാതെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ ഒരുക്കിയെടുക്കുവാൻ ലേഡീസ് ആൻഡ് ജെന്റ്സ് സ്റ്റിച്ചിങ് സൗകര്യവും. 4C കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വാർത്തകൾ തുടരുന്നു. എരിഞ്ഞാമ്പാടത്ത് പാടശേഖര സമിതിയുടെ പൈപ്പുകൾ കത്തിച്ച നിലയിൽ. പാടശേഖര സമിതിയുടെ പൈപ്പുകൾ കത്തിച്ച നിലയിൽ. എരിഞ്ഞാമ്പാടത്ത് നിന്ന് കർഷകർക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പുകളാണ് കത്തിച്ചിട്ടുള്ളത്. പാവപ്പെട്ട കർഷകർക്ക് വെള്ളം നൽകാതിരിക്കാൻ മനഃപൂർവ്വം ആരോ ചെയ്തതാണ് ഇതെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഉൾപ്പെടെയുള്ളവ സ്വീകരിക്കുമെന്നും കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ നൈസ് ടിവിയോട് പറഞ്ഞു. ജനകീയാസൂത്രണ പദ്ധതി ആരംഭിച്ച നാൾ മുതൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് എരിഞ്ഞാമ്പാടം ഫണ്ട് ലിഫ്റ്റ് ഇറിഗേഷൻ പരിപാടി. അത് ഇടക്കാലത്ത് വെച്ച് നിർത്തുകയും പിന്നീട് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടു കൂടിയല്ല യഥാർത്ഥത്തിൽ ഇത് പുനരാരംഭിച്ചിട്ടുള്ളത്. നിരവധി ദുരൂഹതകളാണ് ആ പാടശേഖര സമിതി രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൃഷിക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൃത്യമായി വെള്ളം നിറയ്ക്കുകയും സമീപ പ്രദേശങ്ങളിലുള്ള കാട്ടാമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു 4-5 വാർഡുകളിൽ സമൃദ്ധിയായി കുടിവെള്ളം കിട്ടുന്ന ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ എരിഞ്ഞാമ്പാടം ഫണ്ട് ലിഫ്റ്റ് ഇറിഗേഷൻ. പാടശേഖര വെള്ളടിക്കുന്ന പാടത്ത് പുഞ്ചകൃഷി ചെയ്യുകയും വെള്ളം നിറയ്ക്കുന്ന ഭാഗത്ത് വെള്ളം നിറയ്ക്കാനുള്ള സംവിധാനം ഒരുക്കുകയും അതുവഴി കനാൽ കീറി ചെറകുളത്തിൽ വെള്ളം നിറയ്ക്കുകയും അമ്പലക്കുളത്തിലേക്ക് വെള്ളം നിറഞ്ഞ് ആ പ്രദേശത്ത് കൂടി കുടിവെള്ളം കിട്ടുന്ന ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ അത് കൈകാര്യം ചെയ്യുന്നവരിൽ വന്ന വീഴ്ചകളാണ് ഇന്ന് കാണുന്ന ഈ പ്രതിസന്ധിക്കൊക്കെ കാരണം. അതിന്റെ തുടർച്ചയെന്നോണമാണ് വെള്ളം അടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ആരുടെയൊക്കെയോ ചില കളികളുടെ ഫലമായിട്ടാണ് എന്ന് സംശയിക്കുന്നു ഈ പാടശേഖര സമിതി അടിക്കുന്ന മോട്ടറിന്റെ പൈപ്പുകൾ കത്തിക്കുന്ന സംഭവമായി കാണുന്നത്. ഏതായാലും ഇത് ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ഇതിന് പരിഹരിക്കുന്ന വിധത്തിൽ ഈ പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അത് പരിശോധിച്ച് കഴിഞ്ഞ് കൂട്ടുകൃഷി സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് ഇത് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നും ആ സംഘത്തിൽ അഫിലിയേഷൻ നടത്തിക്കൊണ്ട് വരും നാളുകളിൽ എരിഞ്ഞാമ്പാടം ഫണ്ടിന്റെ വെള്ളമടിക്കുന്ന ഭാഗവും വെള്ളം നിറയ്ക്കുന്ന ഭാഗവും സംയോജിപ്പിച്ചുകൊണ്ട് മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉള്ള പരിപാടികളുമായി പഞ്ചായത്തും അതുമായി ബന്ധപ്പെട്ട കൃഷിക്കാരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. ഈ കത്തിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തും. പഴഞ്ഞി ബ്രദറൻ സഭയുടെ സൺഡേ സ്കൂളിന്റെ 76ാം വാർഷികാഘോഷം നടന്നു. ബ്രദർ PS തമ്പാന്റെ മുഖ്യ അധ്യക്ഷതയിൽ നടന്ന സൺഡേ സ്കൂൾ വാർഷിക സമ്മേളനത്തിൽ പ്രധാന അധ്യാപകൻ TV സൈമൺ, ജോസ് ജെയ്സൺ, ജെയിംസ് K ജോർജ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ഇടവക ദിനം വിപുലമായി ആഘോഷിച്ചു. പഴഞ്ഞി ഇമ്മാനുവേൽ മർത്തോമ പള്ളിയിലെ ധ്യാനയോഗവും ഇടവക ദിനവും ആഘോഷിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ തെരുവ് നാടകം കുന്നംകുളത്ത് വെച്ച് നടന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ സൺഡേ സ്കൂൾ വാർഷികം ആഘോഷിച്ചു.
പെരിഞ്ഞാമ്പാടത്ത് പാടശേഖര സമിതിയുടെ പൈപ്പുകൾ കത്തിച്ച നിലയിൽ. പഴഞ്ഞി ബ്രദറൻ സഭയുടെ സൺഡേ സ്കൂളിന്റെ 76ാം വാർഷികാഘോഷം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.